മലപ്പുറത്ത് തിരൂരങ്ങാടിയിൽ വാഹന ഉടമകൾ അറിയാതെ RC-യിൽ പേര് മാറ്റിയതിൽ 3 പേർ അറസ്റ്റിൽ. പരപ്പനങ്ങാടി സ്വദേശി നിസാർ, കരുവാങ്കൽപ്പ് സ്വദേശി നയീം, ചെട്ടിപ്പടി സ്വദേശി ഫൈജാസ് എന്നിവരാണ് അറസ്റ്റിലായത്. രണ്ടുപേരുടെയും സഹായത്തോടെ നിസാറാണ് RC-യിൽ കൃത്രിമം കാണിച്ചത് എന്ന് പോലീസ് പറഞ്ഞു. വ്യാജ RC നിർമ്മിക്കാൻ തിരൂരങ്ങാടി സബ് RT ഓഫീസിൽ നിന്ന് സഹായം ലഭിച്ചുവെന്ന് പ്രതി നിസാർ മൊഴി നൽകിയിട്ടുണ്ട്. അഷ്കർ അലി കരിമ്പ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, എന്താണ് കാര്യങ്ങൾ, ഒന്ന് വിശദീകരിക്കാമോ? ഈ തിരൂരങ്ങാടി സബ് RT ഓഫീസിൽ നിന്ന് ഈ പ്രതികൾക്ക് സഹായം നൽകിയ ഉദ്യോഗസ്ഥരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? അരുൺ, ഇത്തരത്തിലുള്ള ഈ ഉദ്യോഗസ്ഥരുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് തങ്ങളുടെ സഹായമില്ലാതെയാണ് ഇത്തരത്തിൽ വ്യാജ RC നിർമ്മിച്ചതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം. പക്ഷേ ആ ഭാഷ്യം നേരത്തെ തന്നെ പോലീസ് തള്ളിക്കളയുകയും ചെയ്തു. കാരണം ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ഇത്തരത്തിലൊരു വ്യാജ RC നിർമ്മിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ തവണകളിട്ട് വാഹനം വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ തിരിച്ചടവ് മുടങ്ങിയ വാഹനങ്ങളാണ് ഇത്തരത്തിൽ വ്യാജ RC നിർമ്മിച്ചുകൊണ്ട് അവർ പിടിച്ചെടുത്ത വാഹനങ്ങൾ വ്യാജ RC നിർമ്മിച്ചുകൊണ്ട് മറ്റു ഉടമസ്ഥർക്ക് കൈമാറുകയായിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടെ തന്നെയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നതാണ്. ഇതിലിപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രധാന പ്രതി നിസാറും സമാനമായ രീതിയിൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ RT ഓഫീസിൽ നിന്നും തങ്ങൾക്ക് സഹായം ലഭിച്ചു എന്നുള്ള മൊഴി തന്നെയാണ് ഇപ്പോൾ പ്രധാന പ്രതി നിസാർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ RC ചേഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അയാളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് OTP വരും. എന്നാൽ ഇവിടെ യഥാർത്ഥ ഉടമകളുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ നമ്പറുകൾ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഉദ്യോഗസ്ഥ തലത്തിലൊരു പങ്കാളിത്തമില്ലാതെ അല്ലെങ്കിൽ അവരൊരു ഇടപെടലില്ലാതെ ഇത്തരത്തിൽ ഒരു അട്ടിമറിക്ക് സാധ്യമല്ല എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ തന്നെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആ 3 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫൈജാസ്, നയീം, അതുപോലെ തന്നെ നിസാർ എന്നീ 3 പേരുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. തിരൂരങ്ങാടി RT ഓഫീസിൽ നിന്ന് പ്രതികൾക്ക് സഹായം ലഭിച്ചുവെന്ന് നിസാറിന്റെ മൊഴി വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥ ജാഗ്രതയെ അന്വേഷണം നിങ്ങളിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. വണ്ടി കൊണ്ടിട്ടാൽ ആ വണ്ടി നമ്മളറിയാതെ RC പോലും അടിച്ചു മാറ്റുന്ന ഒരു കാലമാണ്. എന്ത് കാലമല്ലേ? അഷ്കർ അലി കരിമ്പയാണ് നമുക്കൊപ്പം ചേർന്നത്.